എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇറച്ചിച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലശ്ശേരിക്കാരെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് ബീഫുള്ള ടൈമല്ലേ, അതുകൊണ്ട് ഞാൻ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് 1 കിലോ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം പിന്നെ കളഞ്ഞതാണ്. നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് വെള്ളം കളഞ്ഞ് വെക്കുക. അതിലേക്ക് ഒരു 4 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 4 തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ വീതം, പച്ചമുളക് ചതച്ചത്, പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടിടുക. ഒരു 4-5 നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ മല്ലിയില, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതും നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിനിടുക. എല്ലാം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് കുക്കർ നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കാം. കുക്കർ മൂടിയിട്ട് ഇറച്ചി വേവിച്ചെടുക്കാം. ഇറച്ചിച്ചോറ് മസാല റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഗ്രേവി വേറെ ബീഫ് വേറെ ആയിട്ട് മാറ്റി വെക്കാം. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് അളന്നിട്ട് നോക്കണം കേട്ടോ, എത്ര കപ്പ് ഉണ്ട് എന്നുള്ളത്. അതിലേക്ക് ചെറുനാരങ്ങ, ആ ഗ്രേവിയിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാം, ഗീയും ചേർക്കാം. ഞാനിവിടെ 1 കിലോ ബീഫിന് 6 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 6 കപ്പ് അരി. അതിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കാം. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് അതൊക്കെ ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. 6 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് ഒരു കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രൂപത്തിലാണ് എടുക്കൽ. അങ്ങനെ നമ്മൾ ആ ബീഫിൻ്റെത് എത്രയാണെന്ന് അളന്ന് നോക്കിയിട്ട് ബാക്കി വെള്ളം നമ്മൾ തിളപ്പിച്ച് വെക്കണം. ബീഫിൻ്റെ അളന്നതിന് ശേഷം ബാക്കി വെള്ളം തിളപ്പിച്ച് വെക്കാം. നല്ലോണം വറുത്തതിന് ശേഷം ആ ബീഫിൻ്റെ ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി തിളപ്പിച്ച വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതാ പാത്രം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓരോ അരിക്ക് ചിലപ്പോൾ ഓരോ വേവായിരിക്കും. അതിനുശേഷം നമ്മൾ ചോറ് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ആ ബീഫ് മാറ്റി വെച്ച ബീഫ് ആ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പൊരിച്ച ഉള്ളി വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇവിടെ ഉള്ളി ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. എന്നിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് മൂടിയിട്ട് ദം ചെയ്യുക. 5-10 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെക്കുക. അതിനുശേഷം ആ ബീഫും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ചെറിയ തീയിൽ മൂടി വെക്കാം. നമ്മളെ ബീഫിൻ്റെ ഇറച്ചിച്ചോറ് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ചെമ്മീൻ ചോറിൻ്റെത് റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ മീൻ ചോറും എല്ലാം ഉണ്ടാക്കുക. അങ്ങനെ തലശ്ശേരിക്കാർ ബിരിയാണിയേക്കാൾ കൂടുതൽ, നമ്മൾ കണ്ണൂരുള്ള ആൾക്കാർ ഫ്രൈഡേ എല്ലാ ആഴ്ചയും ബിരിയാണി വെക്കാൻ. ഇവർ മെയിനായിട്ട് ഇറച്ചിച്ചോറ്, ചെമ്മീൻ ചോറ്, മീൻ ചോറൊക്കെ വെക്കാൻ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയുണ്ടാവും റെസിപ്പി. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക.
ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.